ഇന്ത്യയിൽ ഏറ്റവും നന്നായി നടക്കുന്ന ഒരേ ഒരു ബിസിനസ് അഴിമതി മാത്രമാണ്. അതും ₹1 മുടക്കുമുതൽ പോലുമില്ലാതെ. പേഴ്സണൽ മസാജറുകൾ ഇറക്കുമതി ചെയ്യുന്ന വിൻട്രാക്ക് എന്ന കമ്പനി ഇന്ത്യയിലെ പ്രവർത്തനം അവസാനിപ്പിച്ചതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ ഇങ്ങനെയാണ്. കൈക്കൂലി ആവശ്യപ്പെട്ട് ചെന്നൈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നിരന്തരം പീഡിപ്പിച്ചുവെന്നാണ് വിൻട്രാക്ക് പറയുന്നത്. എന്നാൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? തൂപ്പുജോലി മുതൽ കോടിക്കണക്കിന് രൂപയുടെ വമ്പൻ ടെൻഡറുകൾ വരെ ഇന്ത്യയിൽ കൈക്കൂലി ഇല്ലാതെ ചലിക്കില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. മാസം എത്ര രൂപ കൈക്കൂലി വാങ്ങണമെന്ന് ടാർജറ്റ് വെച്ചാണ് പല സർക്കാർ ഓഫീസുകളും പ്രവർത്തിക്കുന്നത്. കൂടുതൽ കൈക്കൂലി വാങ്ങുന്നവരെ സംരക്ഷിക്കാനും ആളുണ്ടാകും. ഇവിടെയാണ് തങ്ങൾക്ക് നേരിട്ട ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഒരു കമ്പനിക്ക് ഇന്ത്യ വിട്ടു പോകേണ്ടി വന്നത്. വിൻട്രാക്ക് ഇറക്കുമതി ചെയ്ത പേഴ്സണൽ മസാജറുകളുടെ ചാർജിംഗ് കേബിളുകൾക്ക് പ്രത്യേകമായി നികുതി അടയ്ക്കണമെന്നാണ് കസ്റ്റംസിന്റെ ആവശ്യം. ഇതൊഴിവാക്കാൻ ലക്ഷങ്ങൾ കൈക്കൂലി ചോദിച്ചുവെന്നും കമ്പനി സ്ഥാപകൻ പ്രവീൺ ഗണേശൻ ആരോപിക്കുന്നു. ഇതിൽ കുറച്ചു പണം കൊടുത്തെങ്കിലും ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങൾ വിട്ടുകിട്ടാൻ വീണ്ടും വൈകി. ആഗോള അഴിമതി സൂചികയിൽ 180 രാജ്യങ്ങളുടെ പട്ടികയിൽ 96-ാം സ്ഥാനത്തുള്ള ഇന്ത്യയിലൊടുവിൽ വിൻട്രാക്ക് എന്ന കമ്പനി ഉദ്യോഗസ്ഥ അഴിമതിക്ക് മുന്നിൽ കീഴടങ്ങി. ഇക്കഴിഞ്ഞ ഒക്ടോബർ 1 മുതൽ ഇന്ത്യയിൽ പ്രവർത്തിക്കില്ലെന്ന് കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനമെന്ന് കേരളത്തെ ചിലർ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ വർഷങ്ങളിൽ പിടിക്കപ്പെട്ടത് 393 കേസുകളാണെന്ന് 2025 തുടക്കത്തിലെ നിയമസഭാ രേഖകൾ പറയുന്നു. പിടിക്കപ്പെടാതെ കൈക്കൂലി വാങ്ങിയും അഴിമതി നടത്തിയും പള്ള നിറയ്ക്കുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം എത്രയാകും?